അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോക്സോ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ലഹരി വിരുദ്ധ വിഭാഗം മേധാവി ഫ്രാൻസിസ് മൂത്തേടൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MSC കമ്പനിയുടെ സഹകരണത്തോടെ ഡിവിനിറ്റി സർവീസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പേഴിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോക്സോ, സൈബർ സുരക്ഷ, ലൈംഗിക വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ലഹരി വിമുക്തി വിഭാഗം മേധാവി ഫ്രാൻസിസ് മൂത്തേടൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികളും ആൺകുട്ടികളും അക്കാലത്ത് നമ്മുടെ ജന്മദിനം കണ്ടിട്ടുണ്ട്. ഇതാണ് മനസ്സിലായാലും തിരിച്ചോ ഇല്ലാതെ തിരിക്കില്ല. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? എൻ്റെയൊക്കെ കുട്ടിക്കാലം സങ്കടകരവും ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് നിറഞ്ഞതായിരുന്നു. നിങ്ങളിന്ന് സത്യത്തിൽ സമ്പന്നതയുടെയും സംസ്കാരത്തിൻ്റെയും അതിസുരക്ഷിതത്തിൻ്റെയും കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്കൂൾ കൗൺസിലിംഗ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അച്ഛനും അമ്മേനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. ഈ സാറ് എന്ത് പറഞ്ഞിട്ടാണ് മോളെ അകത്തോട് വിട്ടത്? PTA പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് സഫീന എ പദ്ധതി വിശദീകരണം നടത്തി. ഡിവിനിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നന്ദന സുനിൽ, അഞ്ജന പത്മനാഭൻ, സ്കൂൾ കൗൺസിലർ അനുമോൾ PR, അധ്യാപകരായ റഹ്മത്ത് PM, സബിത PE, ഗീതു ജി നായർ, പ്രതാപ് കുമാർ T എന്നിവർ പ്രസംഗിച്ചു. കുട്ടികൾക്കായി സംഘടിപ്പിച്ച സ്കിറ്റിന് സെബാസ്റ്റ്യൻ പുല്ലരാജ് ചെന്നൈ, കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം.